മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറെ വ്യക്തികൾ എന്നോട് ചോദിക്കുകയുണ്ടായി, സാറ് ജ്യോതിഷത്തിനെതിരാണോ, പ്രശ്നം വെക്കലിനെതിരാണോ എന്ന്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, 5-6 വർഷം തിരുവനന്തപുരത്തെ MG റോഡിലുള്ള ശ്രീ മുത്തുസ്വാമി, പ്രൊഫസർ മുത്തുസ്വാമി സാറിന്റെ കീഴിൽ കുറേ കാലം ജ്യോതിഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് ജ്യോതിഷം പഠിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രവചിക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം വിവരിച്ചുകൊണ്ട് ഞാനൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ജ്യോതിഷന്മാര് അതിൽ അനവധി കോപ്പികൾ വീതം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കത് പഠിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ജ്യോതിഷത്തിനോ ഭാരതീയമായ അല്ലെങ്കിൽ ലോകത്തിലുള്ള നന്മ തരുന്ന ഒന്നിനും എതിരല്ല, ആർക്കും എതിരല്ല. ഞാൻ ജ്യോതിഷത്തിന് ഒരിക്കലും എതിരാവാനും സാധ്യമല്ല. പക്ഷേ ലോകത്തിലെ ഏത് നന്മകളും തിന്മകളും അല്ലെങ്കിൽ അറിവുകളും നന്മകളോ തിന്മകളോ ആവുന്നത് അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജ്യോതിഷം വളരെയധികം പറ്റിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. അതിലെ ഒന്നാണ് പ്രശ്നം വെക്കല്. മനുഷ്യന് എല്ലാവർക്കും ലോകത്തിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നം വരുമ്പോൾ താങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ആധുനിക മലയാളികൾ. അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ എത്ര വിദ്യാഭ്യാസമുള്ളവനും പണ്ഡിതനും ശാസ്ത്രജ്ഞനും പോലും ജ്യോത്സ്യന്റെ അടുത്ത് നിന്ന് പ്രശ്നം വെക്കുക എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കഴിക്കുന്ന സ്വഭാവമുള്ള മലയാളികൾ വേണ്ടതിനും വേണ്ടാത്തതിനും അഡ്വർടൈസ്മെന്റ് കണ്ട് അത് അനുസരിച്ച് ലവണതൈലവും തലമുടി വളരാനുള്ളതും തടി കുറയാനുള്ളതുമെല്ലാം ഉപയോഗിക്കുന്ന മലയാളികൾ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പ്രശ്നം വെക്കാൻ പോകുന്നു എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം വെക്കുന്നതില് സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലെ രാശിചക്രം വരയ്ക്കുന്ന 360 ഡിഗ്രിക്കും അതിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിൽ വെക്കുന്നതിനും മാത്രമേ സയൻസ് ഉള്ളൂ. പിന്നെ കവടി നിരത്തിയിട്ട് ആ കവടി എടുത്ത് ആരൂഢ ലഗ്നത്തിന് ശേഷം വിവരിക്കുന്ന ഓരോന്നിനും സയൻസ് ഇല്ല. അതിനകത്ത് വലിയ ലോജിക്കും ഇല്ല, അതിനകത്ത് റാഷണൽ തിങ്കിങ്ങും ഇല്ല. പക്ഷെ അത് യൂസ്ലെസ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനെ യൂസ്ഫുൾ ആക്കാം. നിർഭാഗ്യവശാൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കാറുമില്ല, യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കാറുമില്ല. നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആക്കാം എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വിചാരിക്കാം. 2 മാച്ച് ഉണ്ട്, ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. ആരാണ് ആദ്യം കളിക്കേണ്ടത് എന്ന് എങ്ങനെയാ തെരഞ്ഞെടുക്കാം? 2 പേർക്കും ആദ്യം കളിക്കണമെന്നുണ്ട് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2 പേർക്കും രണ്ടാമത് കളിച്ചാൽ മതിയുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്താ വഴി? ഒരു നാണയമെടുത്ത് ആകാശത്തേക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഹെഡ് വീഴുകയാണെങ്കിൽ ഓസ്ട്രേലിയ കളിക്കും എന്ന് പറഞ്ഞൊന്ന് വിചാരിക്കാം. ആ ടോസിങ്ങില് സയൻസ് ഉണ്ടോ, ലോജിക് ഉണ്ടോ, റാഷണൽ തിങ്കിങ് ഉണ്ടോ? ഇത് മൂന്നും അതിനകത്തില്ല. അതിനകത്ത് ജസ്റ്റ് ഒരു ആക്ഷനാണ്. ഇങ്ങനെ ഒരു ആക്ഷൻ പ്രശ്നം വെക്കുന്നതിലുമുണ്ട്. ഏത് രീതിയിലാന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ച് കുറെ ഉത്തരം പറയാൻ 12 ഭാവങ്ങളിലൂടെ കടന്നു പോയാൽ സാധിക്കും. ആ ഉത്തരം പറയുന്ന ഉത്തരമായിരിക്കില്ല മറ്റൊരാള് പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തെ ഒരാൾ പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം വേറെയായിരിക്കും. 4ാമത്തെ ഒരാൾ പ്രശ്നം വെച്ചാൽ കിട്ടുന്ന ഉത്തരം 4ാമത്തെ ഒന്നായിരിക്കും. മറ്റൊരർത്ഥത്തിൽ റീപ്രൊഡ്യൂസബിലിറ്റിയും റിപ്പീറ്റബിലിറ്റിയും സയന്റിഫിക് ഡിസ്ക്രിപ്ഷന്റെ പാർട്ടായിട്ടുള്ളത് പ്രശ്നം വെക്കലിൽ ഇല്ല. അതേസമയത്ത് ജാതകം നോക്കലിലുണ്ട്. നല്ല 10 ജ്യോതിഷന്മാർ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ഇരുന്ന് വിശകലനം ചെയ്താൽ മിക്കവാറും അവർ വിവരിച്ചു തരുന്ന കാര്യങ്ങളിൽ 80% ഒരേപോലെ ആയിരിക്കും. കാരണം ജാതകം നോക്കുന്നതിൽ ഹൊറോസ്കോപ്പിൽ റിപ്പീറ്റബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ റീപ്രൊഡ്യൂസബിലിറ്റി ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷന് പോസിബിലിറ്റി ഉണ്ട്. കാരണം ഫൗണ്ടേഷൻ ഡാറ്റ ഒന്നാ,
പ്രശ്നം വെക്കുന്നതിന് ഫൗണ്ടേഷൻ ഡാറ്റ ഒന്നല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രശ്നം വെക്കുന്നത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമല്ല. ആദ്യം വേണ്ടത്, ഈ ലോകത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് വേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പോവുകയാണെങ്കിൽ വളരെയധികം അഭിപ്രായങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ഏതെല്ലാം അഭിപ്രായങ്ങളാണ് എടുക്കേണ്ടി വരിക? ടോസ് ചെയ്യാൻ പറ്റില്ല. ടോസ് ചെയ്ത എല്ലാവരും അംഗീകരിച്ചു എന്ന് വരില്ല. ടോസ് ചെയ്യുന്നതിലും റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസബിലിറ്റിയും ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? അപ്പൊ കുറെയെല്ലാം റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നം വെക്കൽ നടത്തിയാൽ അതിൽ വിശ്വാസം ഉള്ളവരാണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ, അത് എക്സ്പ്ലോയിറ്റിംഗ് അല്ല എങ്കിൽ, അത് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ആ പ്രശ്നം വെക്കുന്ന ആള് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നതെങ്കിൽ, അയാൾ പറയുന്നത് വളരെയധികം പൈസ ഉണ്ടാക്കാനോ, കുറെ തന്ത്രിമാരുടെ വയറ് നിറയ്ക്കാനോ, അവർക്ക് ദക്ഷിണ കൊടുക്കാനോ, അല്ലെങ്കിൽ ഇയാൾക്ക് കുറെ കമ്മീഷൻ കിട്ടാനോ ഇതൊന്നും അല്ല എങ്കിൽ, ആ പ്രശ്നം വെക്കുന്നത് കൊണ്ട് കുറെ സൊല്യൂഷൻ കിട്ടും. നമ്മുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലത്തിനൊരു കാരണം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുക. പിന്നെ ആ പ്രോബ്ലം ഇല്ലാതെയാക്കാൻ എളുപ്പം എന്താ? കാരണം ഇല്ലാണ്ടാക്കിയാൽ പ്രോബ്ലം ഇല്ലാണ്ടാവും. ജാപ്പനീസ് ഭാഷയിൽ ഗെഞ്ചി ജുംബുത്സു എന്ന് പറയും. അതിന് മാനേജ്മെന്റ് വാക്കാണ്. വെനെവർ ദ കോസ് ഈസ് റിമൂവ്ഡ്, ദ പ്രോബ്ലം ഈസ് റിമൂവ്ഡ്. ആ കോസിലേക്ക് ചെന്ന്, റീസണിലേക്ക് ചെന്ന് അതിന്റെ റൂട്ട് ഇല്ലാതെയാക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത്, എനിക്ക് ഒരു പ്രോബ്ലം, എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ പറ്റില്ല, ഫ്യൂച്ചറോളജി കമ്പ്യൂട്ടറിൽ നോക്കിയാൽ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ലോയറുടെ അടുത്ത് പോയാൽ പറ്റില്ല, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ പറ്റണില്ല. ഇപ്പൊ ഒരാള് ജ്യോതിഷന്റെ അടുത്ത് ചെന്നപ്പോ അവർ പറഞ്ഞു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ അച്ഛന് അമ്മയ്ക്ക് ഇവർക്ക് മോക്ഷം കിട്ടിയിട്ടില്ല, അവരുടെ ആത്മാവ് ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ശരിയായാൽ നിങ്ങളുടെ പ്രോബ്ലം തീരുമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ പ്രോബ്ലത്തിനൊരു കാരണം കിട്ടി. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമുക്കൊരു കാരണം കിട്ടി വിശ്വാസമുള്ളവന്. ഇനിയിപ്പോ അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്താ ചെയ്യാം? ഇപ്പൊ ഒരു അമ്പലത്തിൽ ചെന്ന് 41 ദിവസം എള്ളുതിരി കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എള്ളുതിരി കത്തിക്കാൻ അത്ര കോസ്റ്റ്ലി അല്ല, നേരെ മറിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സൊല്യൂഷനാ പറയുന്നതെന്ന് വിചാരിക്കാം. ഒരു സുദർശന ഹോമം നടത്തണം, വലിയ ചെലവുള്ളതാ. അല്ലെങ്കിൽ ഒരു സോമയാഗം നടത്തണം, 40 ലക്ഷം രൂപ ചെലവുള്ളതാ. അല്ലെങ്കിൽ നിങ്ങളൊരു അമ്പലം പണിയണം, ഭയങ്കര കോസ്റ്റ്ലിയാ. അത് അവിടെയാണ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 30 തിങ്കളാഴ്ച നൊയമ്പിരിക്കണം, അല്ലെങ്കിൽ ഒരു 2 ഏകാദശി വ്രതം ഇരിക്കണം, അല്ലെങ്കിൽ 11 ദിവസം അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ഗുരുവായൂർ ദർശനം നടത്തണം, അല്ലെങ്കിൽ 2 പ്രാവശ്യം ശബരിമലയിൽ പോകണം. ഇതെല്ലാം പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു പ്രശ്നത്തെക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ പ്രശ്നത്തിന് കൊടുക്കുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഡോക്ടർമാരും ചെയ്യാറുണ്ട്. ചെറിയ ഒരു രോഗത്തിന് 4ഉം 5ഉം തരത്തിലുള്ള മരുന്ന് കൊടുക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ആ ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുന്നു ഇത്രയും മരുന്ന് കൊടുക്കുമ്പോൾ. ആ ഡോക്ടർക്ക് ഫ്രീ വാച്ച് കിട്ടും, ഫ്രിഡ്ജ് കിട്ടും, അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോവാൻ ടിക്കറ്റ് കിട്ടും. അപ്പൊ ഒരു രോഗിയുടെ ദാരുണമായ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ ഇഗ്നോറൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കുകയോ, സിവിൽ എഞ്ചിനീയർ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കുകയോ, ഒരു അഡ്വക്കേറ്റ് ലോ ഉപയോഗിക്കാൻ പാവപ്പെട്ടവരെ പറ്റിക്കുകയോ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇയാളുടെ അക്കൗണ്ട് മൊത്തം കൊളാണെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുകയോ ചെയ്യുന്ന ആധുനിക സംവിധാനത്തിൽ നിലനിൽക്കുന്ന അതേ എക്സ്പ്ലോയിറ്റേഷൻ ജ്യോതിഷത്തിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ജ്യോതിഷത്തിന് നമുക്ക് ആത്മീയ ബന്ധമുണ്ട്. അതേസമയത്ത് ഡോക്ടറുടെ കാര്യത്തിലും സിവിൽ എഞ്ചിനീയറുടെ കാര്യത്തിലും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കാര്യത്തിലും അഡ്വക്കേറ്റിന്റെ കാര്യത്തിലും ആത്മീയ ബന്ധമില്ല. ആത്മീയ ബന്ധമുള്ളത് മനുഷ്യ മനസ്സിനെ കുറെ കൂടി കൂടുതലായിട്ട് സ്വാധീനിക്കും മറ്റുള്ളതിനേക്കാളും. അതുകൊണ്ട് ഒരു ജ്യോതിഷൻ എന്തെങ്കിലും പറഞ്ഞത് ചെയ്തില്ല എങ്കിൽ പലപ്പോഴും ഈ വീട്ടുകാർക്ക് രാത്രി ഉറക്കം വരില്ല. അതുകൊണ്ട് പ്രശ്നം വെക്കുന്നത് തന്നെ ഇന്ന് ഒരു വലിയ പ്രശ്നമായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ ചിലപ്പോൾ പ്രശ്നത്തിനെതിരെ പറയാറുള്ളത്. അല്ലാണ്ട് എനിക്ക് ഈ ലോകത്തിലെ ഒരു നോളജിനോടും ഭാരതീയ പൈതൃകമായ ഒന്നിനോടും
എനിക്ക് എതിർപ്പില്ല, ഉണ്ടാവുകയില്ല, എനിക്ക് പുച്ഛമില്ല, അവഹേളനയില്ല. പക്ഷേ പ്രശ്നം വെക്കുന്ന ആൾക്കൊരു പേരുണ്ട് മലയാളത്തില്, പ്രശ്നക്കാരൻ. ആ പേര് അന്വർത്ഥാണ്. തെറ്റായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. എന്താണ് അന്വർത്ഥം എന്ന് ഞാൻ പറയാൻ കാരണം അറിയോ? ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ മിക്കവാറും വേറൊരു പ്രശ്നം കൊടുക്കാം. അപ്പൊ മറ്റേ പ്രശ്നം സോൾയൂബിൾ ആണ്, സൊല്യൂഷൻ ഉള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ ജ്യോതിഷൻ ജനങ്ങൾക്ക് കൊടുത്ത പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ട്. അത് സോൾവ് ചെയ്യുമ്പോൾ ഈ പ്രശ്നവും കൂടി സോൾവ് ചെയ്തു പോകും. അതാണ് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിള്. അതേ പ്രിൻസിപ്പിളാണ് ഒരു തരത്തില് പ്രശ്നം വെക്കുന്നതിന്റെയും ഉദ്ദേശം. അതുകൊണ്ട് പ്രശ്നം വെക്കുന്നതിനെതിരല്ല, നിങ്ങൾ പ്രശ്നം വെക്കാൻ പോകുന്നതിലും ഞാൻ എതിരില്ല. വേണ്ടതിനും വേണ്ടാത്തതിനും പ്രശ്നം വെക്കാൻ പോയി ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി എന്നിട്ടും പ്രശ്നങ്ങളൊന്നും തീരാതെ ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ലോകത്തിൽ സുഖവും ദുഃഖവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ ഒരുമിച്ച് കുടുംബാംഗങ്ങളോ സമൂഹത്തിലുള്ളവരോ ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ അതല്ലേ നല്ലത്. എന്തിനാ ഈ പൈസ ചെലവാക്കുന്നത്? ആ പൈസ ഉണ്ടെങ്കിൽ കുറെ പാവപ്പെട്ടവർക്കോ വൃദ്ധർക്കോ അനാഥർക്കോ രോഗികൾക്കോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കുറച്ചും കൂടി എളുപ്പത്തിൽ പരിഹരിക്കും. ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്, വളരെ ഇതായിട്ടുള്ള മഴുവഞ്ചേരിയിലെ കേച്ചേരിക്കടുത്തൊരു മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോ അങ്ങ് ഇടിച്ചു പൊളിച്ച് പണിയുക ചെയ്ത ഞങ്ങള് ദേവപ്രശ്നമൊന്നും വെക്കാൻ പോയില്ല. ഇന്ന് ആ അമ്പലം വളരെ ഗംഭീരമായിട്ട് വളർന്നിട്ടുണ്ട്. ദേവപ്രശ്നം വെക്കുന്നതിൽ തെറ്റല്ല, പക്ഷെ അതിന്റെ പേരിൽ 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ചെലവാക്കുന്നതും അത് നമുക്ക് നന്മയ്ക്ക് പകരം അതൊരു തരം ചൂഷണമാവുകയും ചെയ്യുന്നതിനെതിരായിട്ടാണ് ഞാൻ ദേവപ്രശ്നത്തെയും പറയാറുള്ളത്. ദേവപ്രശ്നം വെച്ചു, ഒരു 10,50,000 60,000 രൂപ കൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ജ്യോതിഷനും പൈസ കൊടുത്തു, തന്ത്രിക്കും ദക്ഷിണ കൊടുത്തു. അങ്ങനെ പോവാണെങ്കിൽ പ്രശ്നം വെക്കുന്നത് നല്ലതാ. അപ്പൊ അതനുസരിച്ച് നല്ല ജ്യോതിഷന്മാരെ വിളിച്ച് കാശിന് വേണ്ടി ജീവിക്കുന്ന ഡോക്ടർമാര്, ലോയർമാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, എഞ്ചിനീയർമാര് ഉള്ളതുപോലെ കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ജ്യോതിഷന്മാരും ഉണ്ട്. എല്ലാ ഫീൽഡിലും അങ്ങനെ ഉണ്ട്. അപ്പൊ അവരുടെ ട്രാപ്പില് നമ്മളുടെ നന്മ നിറഞ്ഞ പൈതൃകത്തെ ചൂഷണത്തിന് വിധേയമാക്കാതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രശ്നം വെക്കുന്നതിന് എതിരായിട്ട് പറയാം. യഥാർത്ഥത്തില് ഒരു വര മുറിക്കാതെ ചെറുതാക്കാൻ എളുപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താ? ആ വരയുടെ അപ്പുറത്ത് വലിയൊരു വര വരയ്ക്കാം. അപ്പൊ വലിയ വരയുടെ മുമ്പിൽ ഈ വര ഓട്ടോമാറ്റിക്കലി ചെറുതാവും. അതേപോലെ ആ പ്രശ്നം വെക്കാം. ഒരു പ്രശ്നത്തിനപ്പുറത്ത് വലിയൊരു പ്രശ്നം കൊടുത്താൽ നമുക്കുള്ള പ്രശ്നം എളുപ്പത്തില് ഇല്ലാതെയാവും. അങ്ങനെയാണ് നമ്മള് പ്രശ്നം പരിഹരിക്കുക എന്ന് പോയാൽ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്, അവഹേളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രശ്നം വെക്കാൻ പോയാലോ ജ്യോതിഷത്തിൽ പോയാലോ എനിക്ക് ഒരു പ്രശ്നമില്ല. മറിച്ച് സ്വയം ചിന്തിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ ധൈര്യസമേതം മനസ്സിൽ ആത്മവിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതല്ലേ എളുപ്പ വഴി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ജ്യോതിഷനോടും ജ്യോതിഷിയോടും ജാതകത്തോടും പ്രശ്നത്തോടും ഭാരതീയ പൈതൃകവും അല്ലാത്തതുമായ ഒരറിവിനോടും എനിക്ക് എതിർപ്പില്ല, പുച്ഛമില്ല, അവഹേളനമില്ല. അതുപയോഗിക്കുന്നത് മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിലാവരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.